ഹലോ അങ്ങനെ നമ്മുടെ മാഴത്തൂര് മുംബൈയില് വൈജയന്തിയുടെ അടുത്ത് നമ്മുടെ ശിവശങ്കരനും കമലയിടത്തിയും വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ ഡിവോഴ്സ് നോട്ടീസ് അയച്ചോ, ബാലചന്ദ്രന്റെ വക്കീൽ നോട്ടീസ് അയച്ചോ എന്നൊക്കെ ചോദിച്ച് വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ വൈജയന്തി പറയുന്നുണ്ട്, ഞാനൊരു പെണ്ണാണ്, എനിക്ക് ആത്മാഭിമാനം എന്നൊന്നുണ്ട്, ഞാനിങ്ങനെ തകർന്ന അവസ്ഥയിൽ തന്നെ ഞാനത് ചെയ്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശിവശങ്കരനെ വാ പൂട്ടിക്കുന്നുണ്ട്. അപ്പൊ ശിവശങ്കരനും കമലയിടത്തിയും പറയുന്നുണ്ട്, നീ ഒറ്റപ്പെട്ടു പോകും വൈജയന്തി, നീ അത് പിൻവലിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി അതിലൊന്നും ഒരു തരി പോലും പിന്മാറുന്നില്ല. ഇത് ഞാൻ ഉറച്ചെടുത്ത തീരുമാനമാണ് എന്നു തന്നെ പറയുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ ബാലചന്ദ്രനും അലീനയും മനുവും കൂടെ നമ്മുടെ രോഹിത്തിനെ കാണാൻ ചെല്ലുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് രോഹിത് ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ കരയും, എനിക്ക് ജാമ്യം, എനിക്ക് എങ്ങനെയും പുറത്തിറങ്ങണം അച്ഛ എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ രോഹിത്തിനെ അവിടെ വേറൊരു ഇതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മൊത്തത്തിൽ രോഹിത്ത് മാറിക്കഴിഞ്ഞു, ഒരു കഠിന മനസ്സായി കഴിഞ്ഞു. അതായത് രോഹിത്ത് ബാലചന്ദ്രന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, എന്റെ കൺമുന്നിൽ നിന്ന് പോ, എനിക്ക് പുറത്തിറങ്ങണ്ട, എനിക്ക് ജാമ്യം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം എന്ന് നമ്മുടെ രോഹിത്ത് ഭയങ്കരമായിട്ട് എന്താ പറയാ ദേഷ്യപ്പെട്ടാണ് നമ്മുടെ ബാലചന്ദ്രനോട് പറയുന്നത്. അപ്പൊ ബാലചന്ദ്രനായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം. ബാലചന്ദ്രൻ നമ്മുടെ രോഹിത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. നീ ധൈര്യമായിട്ടിരിക്കും മോനെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു പോട്ടെ, മോനെ ജാമ്യത്തിൽ ഇറക്കാം എന്നും പറഞ്ഞാണ് നമ്മുടെ ബാലചന്ദ്രൻ വരുന്നത്. പക്ഷേ രോഹിത് ആണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനെ അടിച്ചിടുന്ന രീതിയിലായിരുന്നു മറുപടി കൊടുത്തത്. എന്നെ ഒന്നും ഇറക്കണ്ട, ഞാൻ ഇവിടെ തന്നെ കിടന്ന് ചത്തോളാം എന്നും പറഞ്ഞായിരുന്നു മറുപടി കൊടുത്തത്. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ ബാലചന്ദ്രനും അലീനയും മനുവും ഒരുപോലെ സങ്കടത്തിൽ നിൽക്കുന്ന ഒരു രംഗങ്ങളിലാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ നമ്മുടെ ബാലചന്ദ്രൻ ഇനി എങ്ങനെ സ്വന്തം മകനെ രക്ഷിച്ചെടുക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇനി നമ്മുടെ അലീന നമ്മുടെ രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടി ശരണ്യയോട് പറഞ്ഞ് മൊഴി മാറ്റി കൊടുപ്പിക്കുമോ, അങ്ങനെ ആയിരിക്കുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ബാലചന്ദ്രൻ തേടുന്ന വഴി? അല്ലെ, സ്വന്തം മകനെ പുറത്തിറക്കുമെന്ന് നമ്മുടെ മകന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. രോഹിത് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ബാലചന്ദ്രന് എന്താ പറയാ ജാമ്യത്തിൽ ഇറക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. സ്വന്തം മകൻ തന്നെയല്ലേ. അപ്പൊ ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.